ഇപ്പം രാവിലെ ആയാലും സന്ധ്യയ്ക്കായാലും കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെ. വേറൊന്നുമല്ല, ഒടുക്കത്തെ തണുപ്പല്ലേ. രാത്രിയായാലും സന്ധ്യയായാലും തണുപ്പ്, രാവിലെ ആണെങ്കിലും. അതുകൊണ്ട് ഇച്ചിരി വെയിൽ കണ്ടു തുടങ്ങിയപ്പോഴാണ് അമ്പലത്തിൽ പോയി തൊഴുതത്. തൊഴുതിട്ട് വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ പടവലച്ചെടി പടർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പടവലങ്ങ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഞാനത് പിച്ചാനായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ വിചാരിച്ച അന്നേരം പിച്ചേക്കാം. ഈ പടവലങ്ങയിൽ പൂർണ്ണ അവകാശമുള്ളത് അമ്മച്ചിക്ക് കേട്ടോ. ഇത് അമ്മച്ചി നട്ട പടവലങ്ങ ചെടി അല്ലെങ്കിലും അമ്മച്ചിയാണ് ഇതിനെ ഇപ്പം പടവലങ്ങ പിടിക്കാൻ പാകത്തിനാക്കിയെടുത്തത്. അതുകൊണ്ട് അതിനെ അമ്മച്ചിക്ക് തന്നെ കൊടുത്തിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി. അമ്പലത്തിൽ വായന ഉണ്ടായിരുന്നു, തീരുന്ന ദിവസവും കൂടെ ആയിരുന്നു. അപ്പം വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവന്നതൊക്കെ എന്നും ചോറ് കൊടുക്കുന്നതിന് പകരം ഇന്ന് സ്പെഷ്യലായിട്ട് ഇച്ചിരി നെയ്ച്ചോറ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് ഞാൻ തന്നെ നേരെ അടുക്കളയിലോട്ട് കയറിയത്. അമ്മച്ചി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നെയ്ച്ചോറും വെച്ച് നമ്മുടെ കോളിഫ്ലവർ വെച്ചൊരു കറിയും ഉണ്ടാക്കി. പിന്നെ ഇച്ചിരി സേമിയയും വെച്ച് കേട്ടോ. കോളിഫ്ലവർ കറി കണ്ടു കഴിഞ്ഞാൽ ഒരു ഗോബി മഞ്ചൂരിയുടെ ലുക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ഗോബി മഞ്ചൂരി അല്ല ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ എന്തായാലും പെട്ടെന്ന് ജോലിയൊക്കെ ഒതുങ്ങി. പപ്പടം വറുത്ത്, കറിയായി, സേമിയായി, സലാഡായി, നെയ്ച്ചോറായി. പിന്നെ അച്ചാർ നേരത്തെ ഇട്ട് വെച്ച നാരങ്ങ അച്ചാറുണ്ടായിരുന്നു. അടുക്കഘട്ടത്തിന് അതിൽ ആദ്യത്തെ 2 തട്ടി ചോറ്, പിന്നെ ഒരു തട്ടി കറി, പിന്നെ വലിയൊരു ഡിഷിൽ ചോറ്, പിന്നെ തട്ടത്തിക്കറി. ഇതിൻ്റെ എല്ലാം കൂടെ പായസം, പപ്പടം, സലാഡ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അമ്മച്ചിയും കൂടെ അമ്പലത്തിൽ പോയി ചോറൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പം അവിടെ വായിക്കുന്ന 2 പേരേ ഉള്ളായിരുന്നു. വേറെ 2-3 പേരോട് വരാനുണ്ട് കഴിക്കാൻ. അപ്പം അത്രയേ ഉള്ളൂ.